വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി ശശി തരൂർ എം പി. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന നിർണായക ഭരണഘടനാ ഭേദഗതി ബില്ലിനെ ശശി തരൂർ അനുകൂലിച്ചു. ബില്ലിൽ തെറ്റില്ല എന്നും JPC-യിൽ വിശദമായി ചർച്ച നടക്കട്ടെ എന്നുമാണ് തരൂർ അഭിപ്രായപ്പെട്ടത്. ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ശശി തരൂർ MPയുടെ നീക്കം. കാരണം ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ തരൂർ ഇപ്പോൾ അനുകൂലിച്ചിരിക്കുകയാണ്, അല്ലേ? ദേവിക, ഒരു മാസത്തിലധികം ജയിലിൽ കിടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന, രാജിവെച്ചൊഴിയുകയോ അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ അയോഗ്യനാക്കപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയും ബില്ലിന്റെ പകർപ്പ് ലഭിച്ചത് മുതൽ തന്നെ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തുകയും ബില്ല് ലോക്സഭയിൽ എത്തുമ്പോൾ അതിനെ എതിർക്കുമെന്നും അതിനെതിരെ പ്രതിഷേധിക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും ഇടത് MPമാരും ഒപ്പം പ്രതിപക്ഷ MPമാരും എല്ലാം വലിയ രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോഴാണ് ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും പ്രതികരണം ശശി തരൂർ MPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് ദേശീയ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള പ്രതികരണങ്ങൾ ശശി തരൂർ MP നടത്തിയിരുന്നു. ഈ വിഷയത്തിലും, അതായത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളും ഇല്ലാതിരിക്കാനും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള മുൻകരുതൽ നടപടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇന്ന് പാർലമെന്റ് നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങവേ പാർലമെന്റ് വളപ്പിനകത്ത് ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള, ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള പ്രതികരണത്തിലാണ് ശശി തരൂർ ഈ ബില്ലിന്മേൽ, ആ ബില്ലിനകത്ത് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നും ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്നാൽ പിന്നെ സ്വാഭാവികമായും ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കില്ലല്ലോ, അതിന് യോഗ്യതയില്ല, ഈ ബില്ലിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും കാണാനില്ല എന്ന പ്രതികരണം ശശി തരൂർ നടത്തിയത്. കൂടാതെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയാണെങ്കിൽ ആ JPC-യിൽ ഈ ബില്ല് സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കട്ടെ, അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ് ശശി തരൂർ ചോദിച്ചത്. എന്നാൽ കോൺഗ്രസും ഇടതും ഒപ്പം മറ്റ് പ്രതിപക്ഷ MPമാർ, തൃണമൂൽ MPമാരാണെങ്കിലും സമാജ്വാദി പാർട്ടിയാണെങ്കിലും അത്തരത്തിൽ പ്രതിപക്ഷ MPമാരെല്ലാം തന്നെ ഈ ബില്ലിനെ കണ്ണടച്ചെതിർക്കുമ്പോഴാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുകയും ആ ബില്ലിനകത്ത് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നും പാർലമെന്റിന്റെ സംയുക്ത സമിതിയിൽ വിശദമായ ചർച്ച നടക്കട്ടെ എന്നും ശശി തരൂർ വ്യക്തമാക്കിയത്. നേരത്തെയും ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും അല്ലെങ്കിൽ ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന രാജ്യ താല്പര്യത്തിന് അനുസൃതമായ വിഷയങ്ങളെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ശശി തരൂർ നടത്തിയിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവിക. ശരി ജിഷ്ണു.